അദ്ദേഹം ആംബുലൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഡോക്ടർ ഓഹെയർ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റഫ്സൻ നടന്നു. ഏകദേശം അടുത്തെത്താറായപ്പോൾ അല്പം ഉറക്കെ തന്നെ എല്ലാവരും കേൾക്കുന്ന രീതി ചോദിച്ചു, ഡോക്ടർ ലൈറ്റർ ഉണ്ടോ അതിൽ? ഡോക്ടർ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്ററും ഒരു സിഗരറ്റും എടുത്ത് സിഗരറ്റ് അദ്ദേഹത്തിൻ്റെ ചുണ്ടത്ത് വെച്ചു. ഈ സമയത്ത് റഫ്സൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ചുണ്ടിലും വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ അത് കത്തിച്ചു. ഡോക്ടറുടെ സിഗരറ്റും അത് കഴിഞ്ഞ് റഫ്സൻ്റെ സിഗരറ്റ് കത്തിച്ചു കൊടുത്തു. ആ കത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സീക്രട്ട് കോഡ് അടങ്ങിയ ഫിലിം റോള് റഫ്സൻ ഡോക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞ് റഫ്സൻ ചോദിച്ചു, ഇത് ആംബുലൻസിൻ്റെ അകത്ത് ഒളിപ്പിക്കാൻ എത്ര നേരം വേണ്ടി വരും? അത് വളരെ മെല്ലെയാണ്. ഡോക്ടർ പറഞ്ഞു, ഒരു മിനിറ്റ്. ശരി, 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു പേഷ്യൻറ്റിനെ തരാം. അദ്ദേഹം നേരെ ഏപ്രിൽ വെനസ്ഡേയുടെ അടുത്തേക്ക് നടന്നു. അവരുടെ അടുത്ത് ചോദിച്ചു, ആ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ ചാരി നിൽക്കുന്ന ജേർണലിസ്റ്റ് ആരാ? അപ്പോൾ ഏപ്രിൽ വെനസ്ഡേ ഒന്ന് അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, അത് മിസ്റ്റർ ഗ്രഫ്റ്റൻ. അദ്ദേഹത്തിൻ്റെ നേരേക്ക് മെല്ലെ നടക്കുക. നടക്കുമ്പോൾ ഒരു ചെറിയ ക്ഷീണമുള്ള പോലെ ഭാവിക്കണം. ഏകദേശം അയാളുടെ അടുത്തെത്താറാകുമ്പോൾ കുഴഞ്ഞങ്ങ് വീണോ. ഏപ്രിൽ വെനസ്ഡേ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. ഗ്രഫ്റ്റൻ്റെ തൊട്ടടുത്ത് നിന്നപ്പോൾ ഗ്രഫ്റ്റൻ ഇങ്ങനെ ഈ കുട്ടി അടുത്തേക്ക് വരുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നല്ലൊരു സുന്ദരി കുട്ടി വരികയല്ലേ അടുത്തേക്ക്. പക്ഷേ ആ കുട്ടിയുടെ നടത്തത്തിലൊരു ചെറിയ പന്തികേട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു 10 അടി അപ്പുറത്ത് വെച്ച് അവൾ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു. പക്ഷെ നിലത്ത് വീഴുന്നതിന് മുമ്പ് ഗ്രഫ്റ്റൻ ഓടിച്ചെന്ന് അവളെ പിടിച്ച് അദ്ദേഹം ആംബുലൻസിൻ്റെ തൊട്ടടുത്താണല്ലോ നിൽക്കുന്നത്. ഡോക്ടറെ വിളിച്ചു. 2 ആളും കൂടി അവളെ എടുത്ത് ആംബുലൻസിലേക്ക് കിടത്തി. നമ്മുടെ ജേർണലിസ്റ്റ് ഗ്രഫ്റ്റൻ ചെന്ന് ബ്രാൻസൻ്റെ ബസ്സിൻ്റെ വാതിലിൽ തട്ടി. അദ്ദേഹം വാതിൽ തുറന്നു. അപ്പോൾ ഗ്രഫ്റ്റൻ പറഞ്ഞു, ഡോക്ടർക്ക് താങ്കളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഒരു ജേർണലിസ്റ്റ് സുഖമില്ലാത്തപ്പോൾ ആംബുലൻസിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ബ്രാൻസൺ നേരെ ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ ഇവിടെ നിന്ന് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അതിനകത്ത് ആംബുലൻസിൽ അതിനുള്ള അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് ലക്ഷണം കണ്ടെടുത്തോളം അപ്പൻഡിസൈറ്റിസ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സർജറി വേണ്ടി വരും. അതല്ലെങ്കിൽ ഈ ടെൻഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും ആകും. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും. ഇത് രണ്ടിനും ഇപ്പോൾ ഇവിടെ സംവിധാനമില്ല. ബ്രാൻസൺ ഡോക്ടർ നേരെ നോക്കി. പോകുന്നതിന് മുമ്പ് ഈ ആംബുലൻസ് ഞങ്ങളുടെ ആൾക്കാർ ചെക്ക് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? ഡോക്ടർക്ക് പെട്ടെന്ന് ഒരിത്തിരി ദേഷ്യം വന്നു. ഞാനേ ക്രിമിനലോ കള്ളക്കടത്തുകാരനോ അല്ല, ഒരു ഡോക്ടറാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടേക്ക്, വേറെ ആംബുലൻസ് വിളിച്ചോ. ആംബുലൻസ് പറയേ, കൂൾ ഡൗൺ, ഞാൻ ചുമ്മാ പോട്ടെ, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടാക്കിയിട്ട് വാ. ഡോക്ടർ ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവർ വണ്ടി എടുക്കേ.